ബിഗ് ബോസ് മലയാളം സീസൺ 6 ഫാമിലി വീക്കിന്റെ അവസാന ദിവസമായ ഇന്നലെ ബിഗ് ബോസ് വീട്ടിലേക്ക് ജാസ്മിന്റെ ഫാമിലി വന്ന് തിരികെ പോയതോടുകൂടി സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് ജാസ്മിന്റെ പേരൻസിനെ വിമാനത്താവളത്തിലേക്ക് എത്തിച്ചത് ജാസ്മിനുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞ വ്യക്തിയാണോ അല്ലയോ എന്നത്. കഴിഞ്ഞ ദിവസം ബിഗ് ബോസിലെത്തിയ ജാസ്മിന്റെ മാതാപിതാക്കൾ ജാസ്മിന് പാവക്കുട്ടിയെയും പുതിയ മാലയും ഒക്കെ നൽകി അവരുടെ ഗെയിമിന്റെ ട്രാക്ക് മാറ്റാനുള്ള വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. ഇതിനിടയിൽ സംസാരത്തിനിടയിൽ ഒരിക്കൽ പറഞ്ഞു വെച്ചൊരു കാര്യമാണ് ഇവരെ എയർപോർട്ടിലേക്ക് എത്തിച്ചത് ജാസ്മിനുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞ വ്യക്തിയാണ് എന്ന്. എന്നാൽ അതിനുശേഷം പുറത്ത് സോഷ്യൽ മീഡിയയിൽ വൻ വിവാദങ്ങൾ ഇതിന്റെ പേരിലുണ്ടായി. മുൻപ് ഈ വ്യക്തി നടത്തിയ ചില പരാമർശങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇത് സംഭവിച്ചത്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു കാര്യം ബിഗ് ബോസ് വീട്ടിൽ ജാസ്മിന്റെ മാതാപിതാക്കൾ ജാസ്മിനോട് സംസാരിക്കാൻ കാരണം എന്നതിനെക്കുറിച്ച് ഒരു സാധ്യതയാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുക. ബിഗ് ബോസിലേക്ക് ജാസ്മിന്റെ മാതാപിതാക്കൾ എത്തുക വ്യക്തമായ ഒരു ലക്ഷ്യത്തോടെ അല്ലെങ്കിൽ വ്യക്തമായ ഒരു പ്ലാനിങ്ങോട് കൂടിയാണ്. അത് മറ്റൊന്നുമല്ല, ബിഗ് ബോസ് വീട്ടിൽ വളരെ വിവാദകരമായ രീതിയിൽ ഒരു കോംബോ സൃഷ്ടിച്ച ജാസ്മിൻ ഗബ്രി കോംബോയുടെ തുടർച്ചകൾ ഇനി ബിഗ് ബോസ് വീട്ടിൽ ഉണ്ടാകേണ്ട, അത് ഏത് വിധേനയും അവസാനിപ്പിക്കാനുള്ള മാർഗങ്ങൾ തേടുക എന്നതായിരുന്നു അവരുടെ മുൻപിലുള്ള ലക്ഷ്യം. അതിനുവേണ്ടി ഇതിനോടകം ഗബ്രി പുറത്തു പോതെങ്കിലും ഗബ്രിയുടേതായ ചില വസ്തുക്കളും ഫോട്ടോയും ഉൾപ്പെടെ ചില കാര്യങ്ങൾ ഗബ്രിയുടെ ഓർമ്മ നിലനിർത്തുന്ന രീതിയിൽ ബിഗ് ബോസ് വീടിനുള്ളിലുണ്ട്. ഈ സാധനങ്ങൾ അവിടെ നിന്നും മാറ്റുക എന്നതും അതിന് പകരമായി മറ്റെന്തെങ്കിലും നൽകുക എന്നതുമായിരുന്നു ഇവരുടെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് വിവാഹ നിശ്ചയം കഴിഞ്ഞ വ്യക്തി മുൻപൊരിക്കൽ സമ്മാനിച്ചു എന്ന് പറയപ്പെടുന്ന ടെഡി ബിയറും അതുപോലെ തന്നെ വീട്ടിൽ നിന്നും ഒരു പുതിയ മാലയും ഒക്കെയായി മാതാപിതാക്കൾ ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തുന്നതും അത് ജാസ്മിന് കൈമാറുന്നതും. അതോടൊപ്പം തന്നെ വീട്ടിൽ നിലവിലുള്ള ഗബ്രിയുടെ ഫോട്ടോയും അതുപോലെ ഗബ്രി ഉപയോഗിച്ചിരുന്ന മാല ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ജാസ്മിനിൽ നിന്നും വാങ്ങി അവിടെ നിന്നും മാറ്റുന്നതും മാതാപിതാക്കൾ ചെയ്യുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ അവർ കൊടുക്കുന്ന ഒരു മെസ്സേജ്, നിന്നെ കാത്ത് മറ്റൊരാൾ പുറത്തുണ്ട് എന്നത് ജാസ്മിനെ ഓർമ്മിപ്പിക്കുക. ഈ പറയുന്ന കാര്യങ്ങൾക്ക് വിശ്വാസയോഗ്യമായ ഒരു തെളിവ് കൂടി വേണമല്ലോ. ആ ഒരു അർത്ഥത്തിലായിരിക്കാം മാതാപിതാക്കൾ സംസാരത്തിനിടയിൽ തങ്ങളെ എയർപോർട്ടിൽ കൊണ്ടുവന്നാക്കിയത് വിവാഹ നിശ്ചയം കഴിഞ്ഞ ആ പയ്യനാണ് എന്ന് പറഞ്ഞതും. ഒരുപക്ഷെ ബിഗ് ബോസ് വീട്ടിലേക്ക് പല സമയങ്ങളിലായി എത്തിയ ഗസ്റ്റുകളോ മുഖേനയൊക്കെ ഇവർക്ക് ഒരു സൂചന കിട്ടിയിട്ടുണ്ടാകാം ഇവരുടെ ബന്ധങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ചില കാര്യങ്ങൾ ഇതുവരെ സോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നും. അങ്ങനെ ഒരു സംശയം നിലനിന്നാൽ അദ്ദേഹവുമായുള്ള ബന്ധം ഇപ്പോഴും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നില്ല എന്ന് തോന്നിയാൽ നിലവിലുള്ള ഈ കോംബോയിൽ നിന്നും പുറത്തു വരാൻ ജാസ്മിൻ ശ്രമിക്കുകയില്ല എന്നൊരു സാഹചര്യം അവർ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം ഒരു നിർദോഷകരമായ കള്ളം എന്ന നിലയിൽ ഇങ്ങനെയൊരു കാര്യം അവിടെ അവതരിപ്പിക്കുക. കാരണം അവർ തയ്യാറാക്കി പ്ലാൻ ചെയ്ത് ബിഗ് ബോസ് വീട്ടിൽ ചെയ്ത രക്ഷിതാക്കൾ ചെയ്ത ഈ കാര്യങ്ങൾക്ക് ഒരു വിശ്വാസ്യതയും അതൊരു ഫലപ്രാപ്തിയും ഉണ്ടാകാൻ വേണ്ടി ഒരു പക്ഷേ അവർ മനഃപൂർവ്വം പറഞ്ഞ ഒരു കാര്യമായി തന്നെ ഇതിനെ കാണാം. ഇനി അല്ല എന്നുണ്ടെങ്കിൽ ഇക്കാര്യത്തിൽ പലരിൽ നിന്ന് കേട്ട വിവരങ്ങൾ അനുസരിച്ച് അവർക്കൊരു സംശയം നിലനിൽക്കുന്നുവെങ്കിൽ ഒരു പക്ഷേ അവർ നിലവിലെ സാഹചര്യങ്ങളിൽ മുന്നോട്ട് പോകാനും അത് കൂടുതൽ വഷളാവാനും സാധ്യതയുണ്ട്. അതുകൊണ്ടുകൂടിയായിരിക്കാം സ്വന്തം മകളുടെ ഭാവിയെ കരുതി ഇങ്ങനെയൊരു കാര്യം അവർ ആ വീട്ടിൽ അവതരിപ്പിച്ചിട്ടുണ്ടാവുക. പിന്നീട് ഇതിന്റെ സത്യാവസ്ഥ അവർ മത്സരം കഴിഞ്ഞ് വീട്ടിൽ തിരികെ എത്തിക്കഴിയുമ്പോൾ വീടിന്റെ സ്വകാര്യതയിൽ അവർക്ക് സംസാരിച്ച് ഒരു തീരുമാനത്തിലെത്താവുന്ന കാര്യവുമാണ്. എന്നാൽ പബ്ലിക് ആയുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ ഇത്തരം ചർച്ചകൾ കൂടുതൽ ഉണ്ടാകാതിരിക്കാനും അത് ഒഴിവാക്കാനും എല്ലാം ഉൾപ്പെടെ അവർ കണ്ടെത്തിയ ഒരു മാർഗം കൂടിയാണെങ്കിലോ ഇത്. മാത്രമല്ല പുറത്തു വരുന്ന ചില വാർത്തകൾ അനുസരിച്ച് ഇവർ എയർപോർട്ടിൽ വെച്ച് പരസ്പരം കണ്ടതായും വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഇത് തങ്ങൾ പ്ലാൻ ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും ഒരു വിശ്വാസ്യത വരാൻ വേണ്ടി മാതാപിതാക്കൾ തന്നെ അറിഞ്ഞുകൊണ്ട് ചെയ്ത ഒരു കാര്യമാണെങ്കിലോ ഇത് ഇക്കാര്യത്തിൽ വരാൻ സാധ്യതയുള്ള ഒരു സാധ്യത മാത്രമാണ്. ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു?